കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മൾ നിത്യരക്ഷയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഉള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു മുഖ്യമായ കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ നിത്യരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, ഒരു ചെറിയ സാക്ഷ്യം ഞാൻ നിങ്ങളടുത്ത് പറയുവാണ്. 2024 ജനുവരി 1 തീയതി 2024 ജനുവരി 24 തീയതി രാത്രി 1 മണിക്ക് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഒരു ചെറു ഉള്ളുണർവ് എനിക്ക് വന്ന മാതിരിയായിരുന്നു. ഒരു 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 സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നല്ല ഉറക്കമാണല്ലോ നമ്മൾ. ആ സുഗന്ധം ഇങ്ങനെ കൂടി വന്നു. എന്താണെന്ന് ഞാൻ കുറച്ച് ഉണർവോടെ അങ്ങനെ എണീക്കാതെ അങ്ങ് കണ്ണ് തുറന്നില്ല. എന്താണെന്നൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു നിമിഷം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ ഒരു വാസന, ഒരു വല്ലാത്ത സ്മെല്ല്, നല്ല ഒരു സുഗന്ധമുള്ള സ്മെല്ല്. അതുവരെ ഞാനത് അനുഭവിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞാൻ എണീറ്റിരുന്നു. ലൈറ്റില്ല, രാത്രി ഉറക്കത്തിലാണല്ലോ. എണീറ്റ ഉടൻ തന്നെ എന്തോ ഒരു ശക്തി എനിക്ക് ഉണ്ടായി. പെട്ടെന്ന് ഞാൻ അന്യഭാഷ പറയുവാൻ തുടങ്ങി. ഭയങ്കര ഒച്ചയിലാണ് അന്യഭാഷ പറയുന്നത്. പതുക്കെയല്ല, ഭയങ്കര ഒച്ചയിലാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ ഭർത്താവ്, ഹസ്ബൻഡ് എണീറ്റു, ലൈറ്റ് ഇട്ടു. ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന്. ലൈറ്റ് ഇട്ടപ്പോൾ എൻ്റെ ആ സിറ്റുവേഷൻ ശരിയില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. പെട്ടെന്ന് സെല്ലെടുത്ത് റെക്കോർഡിങ് ചെയ്തു. ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞുകൊണ്ടേ അന്യഭാഷ, അതെന്തോ പുതിയ ഭാഷയാണ്, ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന അന്യഭാഷ ആയിരുന്നില്ല. കൂടാതെ പ്രവചനം, ഒത്തിരി പ്രവചനം നടന്നു. പിന്നെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു അൺകോൺഷ്യസ് ആയ മാതിരി പറയാം. ഹസ്ബൻഡ് പറഞ്ഞത് പ്രവചന സൗണ്ട് തന്നെ കേട്ടു. അന്യഭാഷയും പ്രവചനവും നടന്നുകൊണ്ടിരുന്നു. അതൊരു 3:30 മണി വരെ അത് തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ റെക്കോർഡിംഗ് അതെല്ലാം കഴിഞ്ഞ് കേട്ടപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായത്. വിഷയം എന്തെന്ന് കേട്ടാൽ, പറയുന്നത് എന്തെന്ന് കേട്ടാൽ, കർത്താവ് ഒത്തിരി ദുഃഖിതനാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. പ്രവചനവും അന്യഭാഷയും കരച്ചിലും ഇതായിരുന്നു. അത് ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള, ഒരു വേദനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്താണ് സബ്ജക്റ്റ് എന്നു കേട്ടാൽ, ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഭയാനകവും ഭയങ്കരവുമായ കാര്യങ്ങളും ദൈവത്തിന്റെ ന്യായവിധി നടത്താൻ പോകുന്നതും ശത്രു ദൈവമക്കൾക്ക് വിരോധമായി വെച്ചിരിക്കുന്ന അവന്റെ ആയുധങ്ങളും ഇതൊക്കെ ഈ സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു. അപ്പം അവൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, ആത്മാക്കളുടെ നാശം, ഒത്തിരി ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോകാൻ പോവാം. ദൈവത്തിൽ നിന്നും മനുഷ്യർ ഒത്തിരി അകന്നുപോയി. ഒരുപാട് അകന്നു പോയതിനെയും അതിനെക്കുറിച്ച് ദൈവം ഒത്തിരി കരയുവാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. കൂട്ടമരണങ്ങൾ, നിലവിളികൾ വരാൻ പോകുന്നു, കൂട്ടമരണങ്ങൾ വരാൻ പോകുന്നത്, യുദ്ധങ്ങള്. അപ്പൊ ആത്മാക്കളുടെ നാശത്തെക്കുറിച്ച്, ആത്മാക്കളുടെ വേദനയും കണ്ണുനീരിനെ, എല്ലായിടത്തുള്ള നിലവിളികളെയും കരച്ചിലിനെയും കുറിച്ച് ആണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഈ ജനത്തിന് വേണ്ടിയിട്ട് ഞാൻ വിടവിൽ നിൽക്കണം. എന്നെ ദൈവം
കണ്ടിരിക്കുന്നു. നീ എൻ്റെ മക്കൾക്ക് വേണ്ടി നീ വിടവിൽ നിന്ന് അർദ്ധരാത്രികളിൽ നീ എണീറ്റ് പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ എൻ്റെ അഴിഞ്ഞു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നീ കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അതിനായി ഞാൻ നിന്നെ വിടവിൽ കണ്ടിരിക്കുന്നു. നഹോമി കാമ്പൗണ്ട് കെട്ടിയതുപോലെ നിന്നെ ഞാൻ വിടവിൽ കണ്ടിരിക്കുന്നു. വിടവിൽ നിന്ന് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ എനിക്ക് വേണ്ടി നിലകൊള്ളണം എന്നാണ് ദൈവത്തിൻ്റെ ആലോചന. അതിനു വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ആ രാത്രിയിലത്തെ കരച്ചിലും അന്യഭാഷയും പ്രവചനമൊക്കെ ആയിരുന്നു. അപ്പം ദൈവത്തിൻ്റെ മക്കൾക്ക് വിരോധമായി സാത്താൻ ഒത്തിരി പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് അവരെ രക്ഷിക്കണം. പ്രാർത്ഥന കൊണ്ട് അവരെ രക്ഷിക്കണം. അഴിഞ്ഞു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി രക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് അവർ ഒരുപാട് അകന്നു പോയി. ദൈവം ഇപ്പോൾ ആരെന്നറിയാതെ ലോകത്തിൻ്റെ പണത്തിനും ലോകത്തിൻ്റെ അന്തസ്സിനും വേണ്ടി എല്ലാവരും ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ന്യായവിധി വരുവാൻ പോകുകയാണ്. ആ ന്യായവിധിക്ക് മുൻപിൽ നീ ഉണർന്ന് ജനങ്ങളോട് പറയണം എന്നാണ് കർത്താവ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടിട്ടാണ് ഞാൻ 40 ദിവസം ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പെട്ടെന്നായിരുന്നു നീ 40 ദിവസം ഉപവസിക്കണമെന്നും അങ്ങനെ ഞാൻ ഉപവാസം കഴിഞ്ഞു. അപ്പോഴ് എന്ത് ചെയ്യണമെന്നറിയില്ല. ഉപവാസം കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞു. പെട്ടെന്ന് കർത്താവ് എൻ്റെ അടുത്ത് ആക്ഷൻ എന്നും പറഞ്ഞ് എഴുതി കാണിച്ചു. എന്ത് ആക്ഷൻ എന്നും അറിയില്ല. അപ്പം ഓൺലൈൻ നീ പറയണം, ജനങ്ങൾക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി നീ അവരോട് പറയണം. ഇതിനു വേണ്ടിയിട്ടാണ് ആത്മാവിൻ്റെ ഈ ക്ലാസ്സും ആത്മാവിൻ്റെ വാല്യൂവിനെ കുറിച്ചും ആത്മാവ് എവിടെ നിന്ന് വന്നെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അത് ദൈവം എനിക്ക് ഉപവാസത്തിൽ കാണിച്ചത് കുറേ കാര്യങ്ങൾ ചുരുളുകളും കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് കുറച്ച് വിഷയങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും. കാണുക, കണ്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. കൂടാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഒരു ആത്മാവ് വളരെ വില ഉയർന്നതാണ്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും രക്ഷിക്കുക, രക്ഷപ്പെടുക, പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, വിശുദ്ധിയിലേക്ക് കടന്നു വരിക. കർത്താവിൽ പ്രിയരെ, ഇപ്പോഴും ഞാൻ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്ന രാത്രികളിലും ഞാൻ അർദ്ധരാത്രി എണീറ്റ് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുവാണ്. എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ രാവിലെ അർദ്ധരാത്രി ഇപ്പോൾ 2 മണി 3 മണിക്കൊക്കെയാണ് എന്നെ എപ്പോഴും എണീപ്പിക്കുന്നതെന്ന് അറിയില്ല. ആ സമയത്തിൽ ഞാൻ എണീറ്റിരുന്ന് ലോകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ ദൈവശുശ്രൂഷയുടെ പേര് കമ്പാഷൻ മിനിസ്ട്രി എന്നാണ്. മെസ്സയ്യ കമ്പാഷൻ മിനിസ്ട്രി എന്നാണ്. നിങ്ങൾ എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹായം ചെയ്യുക. യൂണിറ്റിയായി നിന്ന് കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം. അപ്പം ഈ വിഷയങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ. എങ്ങനെയാണ് നമ്മൾക്ക് പ്രാർത്ഥനയിൽ നിലനിൽക്കാനും യേശുവിനോട് കൂടെ എങ്ങനെ ഇരിക്കാനും കഴിയും എന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോടത്ത് പറയാൻ പോകുന്നത്. ഇത് സ്വർഗത്തിലെ ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയാണ്. വിശ്വസ്തയോടെ നിന്ന് ചെയ്യണം. അതിന് നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് കൂട്ടാളിയാകുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഒരു ആത്മാവ് കിട്ടിയാൽ അത്
നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ ആത്മാവ് സമ്പാദിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം നമ്മൾ അന്ത്യകാലത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കുകയാണ്. ന്യായത്തീർപ്പിൻ്റെ ടൈം ആയിപ്പോയി. ഇനി നമുക്ക് മറ്റൊരു ടൈമില്ല. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ജോലിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാം. ഓക്കെ. അപ്പം ആത്മാക്കളെക്കുറിച്ച് ഒത്തിരി കർത്താവ് കരയുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വരണം. അപ്പം 20 വർഷം കൊണ്ട് ഞാൻ ദൈവ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുവരെയും ഞാൻ ഒരു പ്രതിഫലവും കൂടാതെ ആരോടും ഒരു കാണിക്കയോ മറ്റൊന്നും വാങ്ങാതെയാണ് ഞാൻ ഈ ദൈവ ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ ദൈവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഡെലിവറൻസ് പ്രെയറാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, രോഗസൗഖ്യം കൊടുക്കുന്ന ശുശ്രൂഷയാണ്, ഹോസ്പിറ്റൽ മിനിസ്ട്രി ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഞാൻ ഇതുവരെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കും. പാവങ്ങൾക്കും ഇല്ലാത്തവർക്ക് എൻ്റെ കയ്യിൽ നിന്നും അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവമാണ്. ആരുടെടുത്തൊന്നും കാണിക്ക തന്നാൽ കൂടെ ഞാൻ വാങ്ങിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ശുശ്രൂഷ 20 വർഷം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിഫലം കൂടാതെ ഞാൻ ശുശ്രൂഷയാണ്. ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല. എൻ്റെ ഭർത്താവിൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അവരുടെ പോക്കറ്റിൽ കാശില്ലെങ്കിൽ എനിക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇതുവരെയും കർത്താവ് ഈ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ തന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അപ്പം എനിക്കൊരു ചാരിറ്റി വർക്കൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ചാരിറ്റി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അനാഥർക്ക്, ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. നീ സുവിശേഷം മാത്രമല്ല ചാരിറ്റി വർക്ക് ചെയ്യണം. അത് ആർക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട വിധവകൾക്ക്, ഹസ്ബൻഡ് ഇല്ലാത്ത വിധവകൾക്ക്, വയസ്സായവർക്ക്, ഈ സ്കൂൾ ചിൽഡ്രൻസിന് വിദ്യാഭ്യാസത്തിന് യൂണിഫോമിനും ഫീസിനും കൊടുക്കാൻ പറ്റാത്തവർക്ക്, ദരിദ്രർക്ക്, റോഡിലിരിക്കുന്ന പാവപ്പെട്ടവർക്ക്, അവർക്ക് ഭക്ഷണം, ആഹാരം, വെള്ളം റോഡിലിരിക്കുന്നവർക്ക് കൊടുക്കുക. പിന്നെ പാവപ്പെട്ടവരുടെ വീട്ടിൽ അവരുടെ മറ്റ് സാധനങ്ങൾ, മാസത്തിനുള്ള സാധനങ്ങളും മറ്റ് കാര്യങ്ങളും, വസ്ത്രം, കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഫീസ്, ഇങ്ങനെ പലതരം ശുശ്രൂഷകളും ഞാൻ ചെയ്തിട്ട് വന്ന വ്യക്തിയായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും കൂടെയാണ് അത് ചെയ്യുന്നത്. മറ്റാരും അതിൽ ഇൻക്ലൂഡായിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയ അധ്വാന ഫലത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റാതെ ഞങ്ങളുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ 2023 എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറിയ മസാല കമ്പനിയാണ് ഇട്ടിരുന്നത്. 2023, 24 കാലയളവിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മസാല കമ്പനി പെട്ടെന്ന് തന്നെ സെയിൽസ് എല്ലാം നടക്കാതെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു, സെയിൽസ് ഒന്നും നടക്കുന്നില്ല, എല്ലാം നഷ്ടത്തിലായി. അങ്ങനെ ഞങ്ങൾക്ക് ബാങ്കിൽ ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അത് വീടും കമ്പനിയും എല്ലാം ജപ്തിയിലായി. അപ്പം ഈ ദൈവ ശുശ്രൂഷ 2024 ഓഗസ്റ്റ് വരെ ഞാൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വീടും കമ്പനി എല്ലാം ജപ്തിയിലാണ്. വരുമാനം ടോട്ടൽ നിലച്ച്, ഫൈനാൻസ് ടോട്ടൽ ബ്ലോക്കാണ്. ഇപ്പോഴത്തെ ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചോദിക്കുവാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദൈവ ശുശ്രൂഷയിൽ ഒന്ന് സഹായിച്ചാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം എൻ്റെ ഈ ചാരിറ്റി, ഈ ദരിദ്രർക്കും പാവങ്ങൾക്കും ചെയ്യുന്ന ശുശ്രൂഷ ടോട്ടലാ സ്റ്റോപ്പായിരിക്കുകയാണ്. എനിക്ക് ഒന്നും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുവാണ്. ആയതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഈ ശുശ്രൂഷയെ സഹായിച്ചാൽ
വലിയ സന്തോഷമായിരിക്കും. മാത്യു 25 അധ്യായത്തിൽ 35 വചനം ഇങ്ങനെ പറയുന്നല്ലോ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. അപ്പോൾ എൻ്റെ ഏറ്റവും ഈ ചെറിയ സഹോദരിൽ ഒരുവന് ചെയ്യുമ്പോൾ നിങ്ങളത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സ് വന്നാൽ നിങ്ങൾക്ക് ഈ മെസ്സയ്യ കമ്പാഷൻ മിനിസ്ട്രിയുമായിട്ട് താങ്ങണം, സഹായിക്കണമെന്ന് ഹൃദയത്തിൽ തോന്നിയാൽ സഹായിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ സന്തതികൾക്കുണ്ടാവും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഞാൻ ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ വരും, കാരണം ന്യായപ്രമാണത്തിന് നിത്യജീവനും ന്യായവിധി വരാൻ പോവുകയാണ്. അതിനു മുൻപ് നമ്മൾ തയ്യാറാവാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് ഈ ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുക, മാറുക, നമ്മൾ രക്ഷപ്പെടുക. നിങ്ങളുടെ കുടുംബത്തിന് വലിയ സമാധാനവും സന്തോഷം വരും. എല്ലാ പ്രതികൂലങ്ങളും, പൊട്ടലും ചീറ്റലും മാനസിക ടെൻഷനും എല്ലാം മാറിപ്പോകും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ പ്രതികൂല അവസ്ഥയിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്തു. ഞാൻ വിന്നായ വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത്? എന്താണ് മനുഷ്യൻ്റെ ജീവിതം മനുഷ്യനെ ദൈവം ഇത്രയ്ക്ക് വില ഉയർന്നതായിട്ട് കാണുന്നത്? എന്താണ് മനുഷ്യന് ജീവൻ നൽകി അവരെ നേർവഴിക്ക് നയിക്കാനും വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കാനും ദൈവം ഇത്രമാത്രം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മറ്റെന്തിനേക്കാളും കൂടുതൽ സന്തോഷവും ആനന്ദവും സംതൃപ്തി നൽകുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച ഒരു കാര്യം എന്താണ്? ഇതിനെല്ലാത്തിനും ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. ഇതെല്ലാ ക്വസ്റ്റ്യൻസും ഒരേ ഒരു ആൻസർ: നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമായ കർത്താവിനെ തേടുക. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമായ കർത്താവ് ആരാണെന്ന് അറിയുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അത് നാം ആദ്യം മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ ദൈവവുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റും? കാരണം നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് സമയമില്ല. സമയം വേഗം ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു 10-15 വർഷത്തിന് മുൻപേയുള്ള ടൈം മാതിരിയല്ല ഇപ്പോഴും പോകുന്നത്. നേരം വെളുക്കുന്നു, വേഗം തന്നെ അത് ഈവനിങ് ആവുന്നു. വേഗം ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും സമയമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ നമ്മൾ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മകനോ മകളോ, നമ്മൾ പഠിക്കേണ്ടതായ ചില മുഖ്യ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പരിശീലിപ്പിച്ചെടുത്താൽ ദൈവവുമായിട്ടും കുടുംബജീവിതവുമായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സന്തോഷപരമായിട്ട് പൊട്ടലും ചീറ്റലും വഴക്കും സമാധാനക്കേടും ഇല്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. അത് എങ്ങനെയാണ് ഈ വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കേണ്ടത്? ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. ആ വിഷയം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് പറ്റിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റി. എന്നെക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പറ്റിയെന്ന് ഇരിക്കാം. കാരണം ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ സത്വചനങ്ങളാണ്.
ചിലപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് പോവാം. ഓ, ഇതൊക്കെ നമുക്ക് അറിയാന്നുള്ള കാര്യമാണല്ലോ എന്ന്. അങ്ങനല്ല. പലതും അറിയാമെന്നുള്ളതും ഏറ്റവും മുഖ്യമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് എടുത്ത് നന്മയായ കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് അതിന് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. തിന്മയായ കാര്യം അങ്ങനെ തന്നല്ലോ. മറ്റുള്ളവർ വഞ്ചനയായ ആളുകൾ എന്തുമാത്രം ഈ ഭൂമിയിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു. വഞ്ചനയുള്ള കാര്യങ്ങളിൽ വേഗം തന്നെ ഫാസ്റ്റായിട്ട് ഓടുന്നില്ലേ? അപ്പം അത് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നന്മയായ കാര്യങ്ങൾ, അതായത് സുവിശേഷം, സത്വചനങ്ങൾ നിങ്ങൾ കേട്ട്, ഇത് കേൾക്കുമ്പം കുറച്ച് സുഖകരമായിരിക്കത്തില്ല. അതിന് തേനെല്ലാം പുരട്ടി, സുവിശേഷവും ദൈവകാര്യങ്ങളെ തേൻ പുരട്ടി ഒരിക്കൽ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്കൊരു ബോറ് മാതിരി ഇരിക്കാം. എന്നാലും പ്രിയരെ, നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേര് മെസയ കമ്പാഷൻ മിനിസ്ട്രി എന്നാണ്. നിങ്ങൾ ഈ മിനിസ്ട്രിയുമായിട്ട് നിങ്ങൾ ചേർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബ അംഗങ്ങളും സമാധാനപരമായിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും. കാരണം ഇത് ദൈവത്താൽ ഏർപ്പെടുത്തപ്പെട്ടതാണ്. എനിക്ക് മറ്റ് ഈ പ്രസംഗ ചാതുര്യമോ അങ്ങനത്തെ ഒരു പ്രസംഗ ചൈതന്യമോ ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ. പബ്ലിസിറ്റിയിൽ വന്ന് സംസാരിക്കേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല. ദൈവം എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഏർപ്പെടുത്തിയതുകൊണ്ട് ഈ ഓൺലൈൻ വഴി ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഒരു ദൈവ കുഞ്ഞിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഒരു ദൈവദാസനോ ഒരു ദൈവ കുഞ്ഞോ അല്ലെ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരു കാര്യം അറിയണം. അവർ ദൈവം എന്താണ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് എന്താണ് അവരെ കുറിച്ച്. എൻ്റെ അടുത്ത് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പണക്കാരൻ, പണം ഇരിക്കുന്ന ഒരുത്തരും ദൈവത്തിനെ 100% സ്നേഹിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അവർക്കെല്ലാം ഉണ്ട്. ദുഃഖിതരും ക്ലേശിതരും പീഡിതരും ഒടുക്കപ്പെട്ടവരും തകർക്കപ്പെട്ടവരും എല്ലാവരുടെയും മുൻപിലും അപമാനിതരായ ഇങ്ങനെയുള്ളവരെ ദൈവം സെലക്ട് ചെയ്തു വെച്ചിരിക്കുക. കാരണം സുഖത്തിൽ കൂടെ ഒരിക്കലും രക്ഷകനായ ദൈവത്തിൽ എത്താൻ ആർക്കും കഴിയത്തില്ല. കണ്ണുനീരിലും ദുഃഖത്തിലും അപ്പോഴാണ് നമ്മൾ ദൈവത്തെ തേടുന്നത്. എന്തുകൊണ്ട് അവർക്ക് മാത്രം ഇത്ര നമ്മൾ വിചാരിക്കുക, എന്തുകൊണ്ട് എത്രയോ പേര് സന്തോഷമായിട്ട് കഴിയുന്നു? അവർക്കെല്ലാം എല്ലാം ഉണ്ടല്ലോ, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ ഇത്രയും മാത്രം കഷ്ടപ്പെടുന്നു. ഇല്ല പ്രിയരെ, കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയും ഈ ഭൂമി മുഴുവനും സൃഷ്ടിച്ച ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരുവാനും അവന്റെ രാജ്യത്തിലേക്ക് വരുവാനും അവനെ സ്നേഹിപ്പാനും നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ സഹനങ്ങളും സങ്കടങ്ങളും. സമ്പത്തും പണവും ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാൻ പറ്റില്ലെന്ന് ദൈവം എന്നോട് പറഞ്ഞു. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വിശ്വസ്തമായിട്ടും നീതിയിലും സത്യത്തിലും ന്യായത്തിലും പോന്നു, ഞാൻ ഇങ്ങനെയെല്ലാം ദൈവ ശുശ്രൂഷ ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനത്തെ പ്രോബ്ലംസ് എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. കർത്താവിൻ്റെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ കേട്ട് എന്തുകൊണ്ട്, എവിടെയാണ്, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പണമുള്ളവർക്ക്, പണക്കാരൊരിക്കലും അവർക്ക് ദൈവമില്ലെങ്കിൽ എൻ്റെ രാജ്യത്തിൽ അവർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുഃഖിതരാണോ, പ്രതികൂലം നിങ്ങൾക്കുണ്ടോ, സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടോ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നെന്നാണ് അർത്ഥം. ദൈവം നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു.
ദൈവം പറഞ്ഞല്ലോ, നീതിമാന്മാരെ എല്ലാ പാവികളെ വിളിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി ദൈവം മാറ്റട്ടെ. അപ്പൊ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് കേട്ടാൽ, നമ്മൾ താഴ്മപ്പെടണം. നമ്മുടെ അഹന്തത, അഹങ്കാരം, ഞാൻ എന്ന ഭാവം, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു അഹന്തതയ്ക്കുണ്ട്. ഞാൻ ഒരു 19 വയസ്സിൽ ഞാൻ ഗവൺമെന്റ് സെർവൻ്റ് ആയിരുന്നു. DPയിലായിരുന്നു എൻ്റെ ജോലി. ക്ലർക്കായിരുന്നു. 19 വയസ്സിൽ ജോലിയൊക്കെ കിട്ടിയ, ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയ, അത് വലിയൊരു ഇതാണല്ലോ. +2 കഴിഞ്ഞപ്പം കർത്താവിന്റെ കരുണയാൽ ഒരു ജോലി കിട്ടിയതാണ്. അപ്പോഴേ എന്നെ DPയിലായതുകൊണ്ട് SSLC ബുക്കിന്റെ മാർക്ക് എഴുതാനും DHMSന്റെ മാർക്ക് എഴുതി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരുന്നു ഞാൻ. അപ്പോഴേ കേരളത്തിലുള്ള എല്ലാവരും ട്രിവാൻഡ്രത്താണ്. പൂജപ്പുര DPയിലായിരുന്നു, പരീക്ഷാ ഭവനിലായിരുന്നു. കേരളത്തിലുള്ള എല്ലാ DHMS ഡോക്ടർമാരും പാസ്സായവരെല്ലാം വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരും. അവർ പലയിടത്തും പല ഇതിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം അവർക്ക് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ പൈസയൊക്കെ തരാം. അവർ പലരും പറയും, ഞങ്ങൾ പൈസ തരാം, ഞങ്ങൾക്ക് പെട്ടെന്ന് തരാം, ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വരുവാണ്, പെട്ടെന്ന് ട്രെയിനിൽ പോകണം, ഞങ്ങൾ ഫാമിലി കുഞ്ഞിനെ ഇട്ടിട്ട് വന്ന്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ, 19 വയസ്സായി. 18 കഴിഞ്ഞ് 19ാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി. മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു പഴക്കം തന്നെ കൊച്ചു വയസ്സിലേന്ന് എനിക്കുള്ളൂ. ആരെടുത്തും ഞാൻ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ കൂടെ ഞാൻ മേടിക്കത്തില്ല. അങ്ങനെ പേടിയും ഭയവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്തുകൊണ്ട് ഞാൻ അത് പറയുന്നെന്ന് കേട്ടാൽ, അപ്പോഴും എനിക്ക് എല്ലാവരും വന്ന് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഈ കൊച്ചു പെണ്ണിന് ജോലി കിട്ടിയല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആരോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിലേക്ക് വന്നപ്പോഴാണ് അതെല്ലാം തെറ്റു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അതെല്ലാവർക്കും ഉള്ളത്, മാനുഷികമായിട്ട് വരുന്നതാണ്. അപ്പം അഹന്തത, അഹങ്കാരം, ഞാനെന്ന ഭാവം, എനിക്കെല്ലാം അറിയാം, കോപം. പിന്നെ ചില വ്യക്തികൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്താലും ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, എല്ലാവരും എന്നെ വെറുക്കുകയാണല്ലോ എന്നുള്ള മാനസിക ഡിപ്രഷൻ, മാനസിക വേദന, ജോലി നന്നായിട്ട് പഠിച്ചിട്ടും ജോലി കിട്ടാത്ത വേദന, ഇങ്ങനത്തെ പല പല പോരാട്ടങ്ങൾ. അപ്പം അങ്ങനെയുള്ളവരെന്തായി, സ്വന്തം മനസ്സിനെ അവർ താഴോട്ട് പോവും. അവർ പോസിറ്റീവായിട്ടൊന്നും ചിന്തിക്കത്തില്ല, എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കും. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്കും അഹങ്കാരവും, കോപവും, വിദ്വേഷവും, വൈരാഗ്യവും, അസൂയയും, മറ്റുള്ളവരെ കൊണ്ട് അസൂയപ്പെടുക, മറ്റുള്ള വസ്തുവകളെ കണ്ട് അസൂയപ്പെടുക, സാധനങ്ങളെ കൊണ്ട് അസൂയപ്പെടുക, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇരുന്നാൽ അതെല്ലാം നമ്മൾ മാറ്റി നമ്മളെ കഴിവ് വിശുദ്ധീകരിച്ച് നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുമ്പോൾ തന്നെ നമ്മൾക്ക് എവിടേക്ക് പോകാൻ പറ്റും? നമ്മൾക്ക് ദൈവരാജ്യത്തിലേക്ക് പോവാൻ പറ്റും. മോചനത്തുള്ള പാതയും വഴിയും അതാണ്. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. സാത്താൻ്റെ സകല തന്ത്രങ്ങളുമാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ ഒരിക്കലും പെടാതെ നമ്മൾ എങ്ങനെ പരിശീലിക്കാം, ദൈവവുമായിട്ട് നമ്മൾക്ക് എങ്ങനെ പരിശീലിപ്പിക്കാം എന്ന ചില കാര്യങ്ങൾ ഞാൻ പരിശീലിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും 100% നിങ്ങളിതിൽ വിജയിക്കും. പ്രാക്ടീസ് ചെയ്ത തീർച്ചയായിട്ടും വിജയിക്കും. കുടുംബജീവിതത്തിലും സമാധാനപരമായിട്ട്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഭാര്യ-ഭർത്തൃ ബന്ധത്തിലും സമാധാനം സന്തോഷമായിട്ട് പോകാൻ പറ്റും. നമ്പർ 1. രണ്ടാമത്തത്, സ്വർഗരാജ്യത്തിലും പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് പരിശീലിപ്പിക്കാം. നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവിന്റെ നാമം, അവന്റെ സ്വഭാവ ഗുണങ്ങൾ, അവന്റെ വ്യക്തിത്വം, അവന്റെ അസ്തിത്വം, അവൻ എന്തിനാ ക്രൂശിക്കപ്പെട്ട, അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അവൻ ചെയ്ത പ്രവർത്തികൾ എന്താണ്, അവന്റെ താഴ്മ, ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പഠനം, ഇതിനെക്കുറിച്ചുള്ള ധ്യാന മനസ്സാണ് നമ്മളെ താഴ്ത്തുവാൻ പ്രചോദനം നമുക്ക് ലഭിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഇത് കൂടുതൽ പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും, ക്രൂശിലെ യേശുവിനെയും ദൈവവചനത്തെയും കുറിച്ച് കൂടുതൽ പഠിക്കണം, ധ്യാനിക്കണം. യേശു
ദൈവമായിരുന്നിട്ടും തന്റെ ശിഷ്യന്മാരുടെ കാൽപാത എന്തിനാണ് അവൻ കഴുകിയത്? അവൻ അവനെ തന്നെ താഴ്ത്തുകയാണ്. അവൻ അവനെ താഴ്ത്തുകയാണ്. മനുഷ്യന്റെ ആത്മാവിനെ വലുതാക്കാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും കഴിയില്ല പ്രിയ കൂട്ടുകാരെ, മറ്റൊന്നിനും കഴിയില്ല. മനുഷ്യന്റെ ആത്മാവിനെ വലുതാക്കാൻ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഒന്നിനെ കൊണ്ടും കഴിയില്ല. ക്രിസ്തുവും അവന്റെ രാജ്യത്തെ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് വിനയപ്പെടുത്തുവാൻ കഴിയുന്നത്. നമ്മളെ നാം വിനയപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ആത്മാവ് വലുതായി മാറുന്നത്, നാം സന്തോഷത്തോടെ കഴിയുവാൻ ഇടയാകുന്നത്, നമ്മളിൽ ദൈവരാജ്യം വരുന്നതും സ്വർഗരാജ്യത്തിന് നാം അവകാശികളായി മാറുന്നതും. എല്ലാ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടും കൂടെ ജീവിക്കുവാൻ ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയും. നന്മ നിറഞ്ഞ ഈ ലോകത്തിൽ കരുണയും സ്നേഹവും സമാധാനവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനപരമായും സമർത്ഥമായ ഒരു വിശുദ്ധ ജീവിതവും നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. ഈ ലോകത്തിൻ്റെ അവസാനം വരെ തിന്മ ഭീകരരൂപം പൂണ്ട് തന്നെ നടക്കുകയുള്ളൂ. കാരണം യേശുവിൻ്റെ വരുന്നത് വരെ പോരാട്ടം ഈ ഭൂമിയിലുണ്ടാവും. എന്നാൽ അവസാനം വരെ യേശുവും യേശുവിൻ്റെ മക്കളും, യേശുവാണ് വിജയിക്കുന്നത്, യേശുവിൻ്റെ മക്കളാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകും. ഈ കൊടുങ്കാറ്റെല്ലാം മാറും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ വേദനപ്പെടേണ്ട ഒരു കാര്യമില്ല. യേശുവിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വിരോധമായി ആഞ്ഞു വീശുന്ന എല്ലാ കൊടുങ്കാറ്റും ആദ്യം മാറിപ്പോകുമെന്ന് വിശ്വസിക്കുക. അതിനെ ഓവർകം ചെയ്യാനുള്ള ശരിയായി ഓവർകം ചെയ്യുവാനും നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ദൈവ വചനങ്ങൾ എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി മാറും. ക്രിസ്തു അവൻ്റെ രാജ്യവും അവൻ്റെ ക്രൂശിലെ മരണവും എല്ലാം നിങ്ങൾ ധ്യാനം ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ് നിത്യജീവന്റെ താക്കോൽ കിട്ടുന്നത്. നിത്യജീവന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിനെ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് യെശയ്യാ 41:10 പറയുന്നുണ്ടല്ലോ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയരെ, കർത്താവിനെ അറിയുന്നതിനേക്കാൾ മറ്റൊന്നും വലുതായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. മറ്റൊന്നും നമ്മൾ വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കാണരുത്. കർത്താവിനെ കൂടുതൽ നമുക്ക് അറിയാൻ ദൈവവിശ്വാസവും ദൈവഭക്തിയും ദൈവഭയവും വളരെ ആവശ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി തരും. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുവാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ജെറമ്യാ 29:13 പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന്. ജെറമ്യാ 31 പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത്. പൂർണ്ണ ഹൃദയത്തോ അല്ലാതെ അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ജെറമ്യാ 31 31, 33, 34 വചനങ്ങൾ ഇങ്ങനെ പറയുവാണ്, ഇതാ ഞാൻ ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്ന നാളുകൾ വരുന്നു എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. എൻ്റെ ന്യായപ്രമാണം അവരുടെ മനസ്സിലിരുത്തി അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. ഞാൻ അവരുടെ ദൈവം, അവർ എൻ്റെ ജനവുമായിരിക്കും. കാരണം അവരിൽ ചെറിയവൻ മുതൽ വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയുമെന്ന്. ഹോശയ്യാ 6:6 പറയുവാണ്, യാഗത്തിലും ദയയിലും അല്ല ഞാൻ പ്രസാദിക്കുന്നത്, ജ്ഞാനത്തിലാണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലാണ്, ദൈവത്തിനെ അറിയുന്ന പരിജ്ഞാനത്തിലാണ് ദൈവം പ്രസാദിക്കുന്ന പ്രിയ കൂട്ടുകാരെ. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കുക. ജോൺ 1:5-20 പറയുവാണ്, ദേവപുത്രൻ വന്നത് സത്യസ്വരൂപനെ, അവനെ അറിയുവാനുള്ള കഴിവ് നമ്മൾക്ക് നൽകിയതും നാം അവനെ അറിയുകയും സത്യസ്വരൂപനിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും ഇവനാണ് സത്യദൈവമെന്നും നിത്യജീവനെന്നും. അപ്പം ദൈവത്തെക്കുറിച്ച് നാം അറിയുന്ന ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ അറിയുകയും അവൻ്റെ ലെവൽ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗീയ ജീവിതം നമ്മൾക്ക് കിട്ടുന്നത്, നമ്മൾ നിത്യജീവിതത്തിലേക്ക് പോകുന്നത്. അപ്പം വാസ്തവമായി ദൈവമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യം എന്താണ്? വാസ്തവമായി ദൈവവുമായി വ്യക്തിപരമായിട്ടുള്ള
കൂട്ടായ്മയിലേക്ക് ഓരോ പുരുഷനെയും സ്ത്രീയെയും കൊണ്ടുവരിക എന്നതാണ് സുവിശേഷത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ യേശു പ്രകാരം പറഞ്ഞു, നീ അവന് നൽകിയിട്ടുള്ള എല്ലാ പേർക്കും അവൻ നിത്യജീവൻ നൽകേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നെന്നും ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അവർ അറിയേണ്ടതിന് ഇതിനാണ് നിത്യജീവൻ എന്ന് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ 2-3 വചനങ്ങളാണ് ഞാനിപ്പോൾ വായിച്ച വചനം. അപ്പം ദൈവവും താനുമായിട്ടുള്ള ബന്ധം സാധ്യമാക്കിയാൽ ഈ അത്ഭുതകരമായ അറിവ് നമുക്ക് കിട്ടും. പ്രിയരെ, നാം ദിവസവും പിന്തുടരണം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വികാസനത്തിനും പൂർണ്ണതയ്ക്കും ഊന്നൽ കൊടുക്കുന്ന ദൈവീയ ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ നൽകുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായും കുടുംബപരമായും സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നിങ്ങളെ ദൈവം നയിക്കും. എല്ലാ പ്രതികൂലങ്ങളെയും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പോവേണ്ട കഴിവ് ദൈവം നിങ്ങൾക്ക് തരും. ഇപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ജയം പ്രാപിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജയം പ്രാപിക്കും. അപ്പം നന്മയും തിന്മയും നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിട്ടുണ്ട്. നന്മ വേണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം, തിന്മ വേണമെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാം. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. മാർക്ക് 8:37-38 പറയുവാണ്, മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാവം നിറഞ്ഞതും അവിശ്വസ്തതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരുടെ കൂടെ വരുമ്പോൾ ലജ്ജിക്കും. സ്വന്തം ജീവൻ ആഗ്രഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ രക്ഷിക്കും, നിത്യജീവനിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ. അതിനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി 1-ാം അധ്യായമൊക്കെ ഉൽപ്പത്തി എടുത്തു വെച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, നോഹയുടെ കാലം പാവം നിറഞ്ഞിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം വിഷമപ്പെട്ടു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം വിഷമപ്പെട്ടു വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യ പുത്രിമാരുടെ കൂടെ അവരഴകായിരിക്കുന്നത് കണ്ട് ദൈവപുത്രന്മാർ അവരുമായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വെച്ച് ദൈവത്തിൻ്റെ ചൈതന്യം മനുഷ്യരിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് അവിടെ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ, നോഹയുടെ കാലഘട്ടത്തിൽ, നോഹ എന്ന് പറയുന്ന അവരുടെ കുടുംബം മാത്രം നീതിമാനായിരുന്നു. ആ ഭൂമിയിൽ ഇരുന്നവരിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ആ ഒരു കുടുംബം മാത്രം നീതിമാനായിരുന്നെങ്കിൽ അവിടെ നോക്കണം ആ കാലത്തിൽ അവിടെ എന്ത് സംഭവിച്ചിരിക്കുമെന്ന്. അപ്പം നോഹയുമായിട്ട് ദൈവം അവിടെ ഒരു ഉടമ്പടി ചെയ്യുവാണല്ലോ. നീ ഒരു പെട്ടകം ഉണ്ടാകണം, അതിൻ്റെ നീളവും അളവും എല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ നോഹയുമായിട്ട് ഉടമ്പടി അവിടെ ചെയ്യുവാണ്. നോഹ ദൈവം പറഞ്ഞത് കേട്ട്, അന്ന് നോഹ മാത്രമാണ് ആ കാലഘട്ടത്തിൽ നീതിമാനായിരുന്നെന്ന് പറയുന്നു. അവിടെ നോഹ പെട്ടകം ചെയ്യുന്നു. നോഹ പെട്ടകം ചെയ്യുമ്പോൾ ആളുകൾ ചോദിച്ചിരിക്കുമല്ലോ, എന്തിനാ നീ പെട്ടകം ചെയ്യുന്നതെന്ന്. നോഹ പറഞ്ഞിരിക്കുമല്ലോ, മഴ വരുവാൻ പോണു, ദൈവം എന്നോട് പറഞ്ഞു മഴ വരുവാൻ പോകുന്നു, അതുകൊണ്ട് പെട്ടകം ഉണ്ടാക്കുവാണ്, മഴ വരുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ അവർ കേട്ടിരിക്കുമോ? മഴയെന്ന് പറഞ്ഞാൽ അവരെന്തെന്ന് കണ്ടിട്ടില്ല. കാലയളവിൽ മഴയില്ലായിരുന്നു. മഴയില്ലാത്ത കാലയളവിൽ മഴ വരുന്നു എന്ന് നോഹ പറഞ്ഞിരിക്കുമ്പോഴോ, നോഹയുടെ മക്കൾ പറഞ്ഞിരിക്കുമ്പോഴോ മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ? ഇവൻ ഭ്രാന്തനാണെന്നേ പറയത്തുള്ളൂ. അതേപോലെ തന്നെയാണ് യേശു വരാൻ പോണു, ന്യായത്തീർപ്പ് വരാൻ പോകുന്നു, പുതിയ ഭൂമിയും പുതിയ ആകാശം, പുതിയ കാര്യങ്ങൾ നടക്കാൻ പോവാണ്, റാപ്ചർ നടക്കാൻ പോവുകയാണെന്നെല്ലാം പല ദൈവദാസന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരുടെയെങ്കിലും തലയിൽ കയറുന്നുണ്ടോ? ആരെങ്കിലും അതിന് തയ്യാറാണോ? വിശുദ്ധ ജീവൻ നയിക്കുന്ന ചർച്ചിൽ പോകുന്നവരും പരിശോധിച്ച് നോക്കുമ്പോൾ അവരും തയ്യാറായിട്ടില്ല. ഇന്ന് ഞാൻ ഇവിടെ മരിച്ചാൽ ഇവിടെ പോകുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. മനുഷ്യന്റെ മരണത്തെക്കുറിച്ച്
എപ്പോഴും സംഭവിക്കും, എവിടെ വെച്ച് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ എണീക്കുമെന്ന് എങ്ങനെ അറിയാം? എല്ലാം ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ നോഹയുടെ കാലത്തിൽ സംഭവിച്ചു. മഴ വന്നു, സകലത് നശിക്കുന്നത് വരെ അവിടുത്തെ ജനങ്ങൾ മഴ വന്ന് വീണപ്പോൾ തന്നെ മനസ്സിലായത്. ഉടൻ നോഹയുടെ പെട്ടകം അടയ്ക്കപ്പെട്ടു. നോഹയുമായിട്ട് ഉടമ്പടി. അന്ന് 8 പേരെ, നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ 3 ആൺമക്കളും അവരുടെ 3 ഭാര്യമാരും, മൊത്തം 8 പേരാണ് രക്ഷിക്കപ്പെട്ടത്. അവര് ആ ജലപ്രളയത്തിൽ രക്ഷിക്കപ്പെട്ടവർ 8 പേരാണ്. അന്ന് ഭൂമി മുഴുവനും നശിച്ചു, സകല ജീവജാലങ്ങളും നശിച്ചു. അതേപോലെ ലോത്തിന്റെ കാലത്തിൽ, അന്ന് അവിടെ പാവം, നോഹയുടെ കാലത്തിൽ പാവം ഉള്ളത് കൊണ്ടാണ് ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി പോയത്. ലോത്തിന്റെ കാലത്തിൽ അബ്രഹാത്തിന്റെ സഹോദരന്റെ മകനായിരുന്ന ലോത്തിന്റെ കാലത്തിൽ എന്താ? സോദം ഹോമറിനെ അവിടെ നശിപ്പിക്കുകയാണ്. കാരണം അവിടെയും പാവം ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. ആ പാവം ദൈവസന്നിധിയിലെത്തി. ദൈവം തന്നെ ഇറങ്ങി വരുവാണ്, അബ്രഹാത്തിന്റെ അടുത്ത് വന്ന് പറയുവാണ്, ഞാന് സോദം ഹോമറിനെ നശിപ്പിക്കാൻ പോവാണ്. അപ്പൊ അബ്രഹാം പിതാവ് പറയുവാണ്, 50 നീതിമാൻ, 20 നീതിമാൻ, 10 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമെന്ന് കേട്ടാ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അവിടെ നീതിമാൻ ആരുമില്ല, സോദം ഗോമോറയിൽ. അവിടെ ലോത്തിനെ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാണ്. ഓടി മാറിക്കോ. പെട്ടെന്ന് തന്നെ ഒരാള് പറയുവാണ്, ഇവിടെ നിന്ന് എന്തെങ്കിലും ഇതാൻ പോണം, നമ്മുടെ വീട്ടിൽ നിന്ന് മാറിപ്പോന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് ചെയ്യും? എങ്ങനെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? ന്യായ തീർപ്പൊക്കെ അങ്ങനെയാ, പെട്ടെന്നാ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് ന്യായത്തീർപ്പ്, ന്യായവിധിയൊക്കെ ഉണ്ടാവുന്നത്. അന്ന് ലോത്തിന്റെ കാലത്തും അങ്ങനെയായിരുന്നു. ലോത്തിനെ മാറ്റിവിട്ടപ്പോൾ ആകാശത്തുനിന്ന് അഗ്നിയും ഗന്ധവും വർഷിച്ചിട്ടാണ്. ഇന്നും ചാവുകടലെന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് ഒരു ക്രിസ്ത്യായിട്ട് അവിടെ അവശേഷിക്കുന്ന കാര്യമാണ്. അപ്പം നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയുമായിരിക്കും മനുഷ്യപുത്രനും വരുന്നത്. മനുഷ്യപുത്രൻ വരുന്നെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. ലോത്തിന്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയാണ്. ദാ വരുന്നു എന്ന് പറയുന്നു. ഇത് കുറെ നാളുകൊണ്ട് ആളുകൾക്ക് പറയുന്ന ആണല്ലോ. ദൈവദാസരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേറെ ജോലിയില്ലല്ലോ. പക്ഷെ അല്ല പ്രിയരെ, എപ്പോഴാണ് ന്യായവിധി, ന്യായത്തീർപ്പ് വരുന്നതെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുവാനുണ്ടെങ്കിൽ, എൻ്റെ മക്കൾ ഇന്നല്ലേ നാളെ ഇല്ലെങ്കിൽ ഇന്ന് മനസ്സ് മാറുമെന്നും പറഞ്ഞിട്ട്, ഇത് കേൾക്കുന്ന ഈ സമയമെങ്കിലും നിങ്ങൾ മനസ്സ് മാറുക. കാരണം ഇന്ന് എല്ലായിടത്തും അനുഗ്രഹം വേണം, ബ്ലെസ്സിങ് വേണം. ബ്ലെസ്സിങ് വാങ്ങിച്ചു വെച്ചിട്ട് എങ്ങോട്ട് പോകും? ദൈവം ബ്ലെസ്സിങ് എല്ലാം തരും. ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ്, എല്ലാം ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് തരും. ഇപ്പൊ രാജ്യത്തിന്റെ വചനം കേട്ടിട്ടും മനസ്സിലാകാതിരിക്കുന്നവരിൽ നിന്നും അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം ദുഷ്ടൻ വന്ന് അപഹരിക്കും. അപ്പൊ നമ്മളിത് കേട്ടാൽ നമ്മൾ അതൊക്കെ മൈൻഡിൽ മനസ്സിലാക്കത്തില്ല. മനസ്സിലാക്കാതെ നമ്മൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? പൈശാചിക ശക്തി വന്ന്, അങ്ങനെയൊന്നുമില്ല, നീ നിന്റെ വഴിക്ക് പൊക്കോ, നീ ഏത് വഴിക്ക് വേണമെങ്കിൽ പോകാം, ഒരു കുഴപ്പവുമില്ല. ആളുകൾ പറയും മരിച്ചു തീരുമ്പോൾ അല്ല, മരിക്കുന്നവരെ സുഖമായിട്ട് കഴിയല്ല, മരിച്ചു തീരുമ്പം എങ്ങോട്ട് പോയാൽ എന്താ? ഇല്ല, അങ്ങനെ അല്ല. ഓർക്കുക, ചിന്തിക്കുക, മനസ്സ് മാറുക. മനുഷ്യർക്ക് ഇത് പറ്റത്തില്ല എന്ന് പറയുന്നു. ജീവനും മരണം നമ്മുടെ മുമ്പിൽ വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് വേണമെങ്കിൽ എടുക്കാം. ദൈവം അതിനെ അനുവദിച്ചിട്ടുണ്ട്. നീ ഇന്നത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിർബന്ധം ഇല്ല. ആർക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോളാം. പക്ഷേ നമ്മൾ പിന്നിലേക്ക് പോണ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന അല്പം വർഷങ്ങൾക്ക് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു പ്രിയരെ.
നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരണമില്ലാത്ത ജീവിതമാണ്. നമ്മുടെ ഈ ശരീരം നമ്മൾക്കൊന്നുമില്ല, ഇതൊരു കൂടാരം മാത്രമാണ്. നമ്മുടെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, വചനം കൊടുത്തില്ലെങ്കിൽ, വിശുദ്ധ ജീവിതം, വിശുദ്ധമായുള്ള ചിന്തകൾ ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് എവിടെ പോവും? നമ്മുടെ ആത്മാവ് മരിച്ചു പോകും. ദൈവരാജ്യത്തിന്റെ വചനം നമ്മൾ കേൾക്കണം. കേട്ടിട്ടും നമ്മൾക്കത് മനസ്സിലാകാതിരുന്നാൽ സ്വർഗരാജ്യം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ സ്വർഗരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉപമകളിൽ കൂടെയാണല്ലോ സംസാരിച്ചത്. വയലിൽ ഒളിച്ചു വെച്ചിരുന്ന നിധിക്ക് തുല്യമാണെന്ന് കർത്താവ് പറയുന്നു. വയലിൽ ഒളിച്ചു വെച്ചിരുന്ന നിധിക്ക് തുല്യമാണ്. ആ നിധിയെ കാണുമ്പോൾ അവനുള്ളതെല്ലാം വിറ്റ് ആ നിധിയെ വാങ്ങുവാനാണ്. അങ്ങനെയുള്ളവർക്കാണ് അത് സ്വർഗരാജ്യം. കാരണം ഈ ലോകത്തിന്റെ സമ്പത്തിനേക്കാളെല്ലാം ദൈവരാജ്യം നമ്മൾക്ക് മുഖ്യമാണ്. ഇന്ന് നമ്മൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. കാരണം ഞാൻ ഡെലിവറൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. ക്രിസ്ത്യാനികൾക്കാണ് ഡെലിവറൻസ് ചെയ്യുന്നത്. ക്രിസ്ത്യാനികളായ അമ്മമാര് മക്കളെ ഉപദ്രവിക്കുന്ന പിശാചുക്കളായിട്ട് വന്നവരുണ്ട്. സാക്ഷിയുണ്ട്, എൻ്റെ അടുത്ത് റെക്കോർഡിംഗ് ഉണ്ട്. വീഡിയോ കോളിൽ ഞാൻ പലവർക്കും ഞാൻ ഡെലിവറൻസ് ചെയ്യുന്നത്. പൈശാചിക ശക്തികളായിട്ട് അവർ വരണമെങ്കിൽ അവരെ ആരാ പൈശാചിക ശക്തികളായിട്ട് അവരയക്കുന്നത്? മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളായിട്ട് അവർ അലഞ്ഞു തിരിയാണ്. കന്യാകുമാരിയിലുള്ള ഒരു കുട്ടിയുടെ MS പിടിച്ച കുട്ടിയാ. അവളുടെ അമ്മ 50 വയസ്സിൽ മരിച്ചുപോയി. അവളുടെ അമ്മയുടെ ഹൃദയത്തിൽ ആരോ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അതേ കണക്ക് തന്നെ ഈ കുട്ടി ഏതോ ഒരു ശക്തി നിയന്ത്രിക്കുന്ന. അവർ വിചാരിച്ചു ഇത് ഹോളി സ്പിരിറ്റ് ആയിരിക്കും. അന്യഭാഷയൊക്കെ പറയുന്നു ഹോളി സ്പിരിറ്റ് ആയിരിക്കും. അങ്ങനെയല്ല. അവളുടെ അമ്മ മരിച്ചപ്പോഴും ഈ കുട്ടി മെന്റൽ പ്രോബ്ലം, അത് മെന്റൽ ഡിപ്രഷനെ കൊടുത്തുകൊണ്ടിരിക്കും. 2 പ്രാവശ്യം മെന്റൽ ആശുപത്രിയിൽ അഡ്മിറ്റായ കുട്ടിയാണ്. ഞാൻ ഡെലിവറൻസ് ചെയ്ത് 2 മാസങ്ങൾക്ക് മുൻപേ ആ കുട്ടിയെ ഡെലിവറൻസ് ചെയ്യുന്നു. ദൈവങ്ങളെന്ന് പറഞ്ഞ എല്ലാ പിശാചുക്കളും അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. ലാസ്റ്റിൽ വന്ന ലൂസിഫറാണ്. അത് ഒരു രക്ഷിക്കപ്പെട്ട കുട്ടിയാണേ. ഒരു ബെന്തിക്കോസ് സഭയിൽ പോകുന്ന കുട്ടിയാണേ. പാസ്റ്ററിന്റെ ചർച്ചിൽ പോയ പാസ്റ്ററിന്റെ ഫ്രണ്ടിൽ ചെയർ എടുത്തിട്ട് വെല്ലുവിളിക്കുമെന്ന് കാലിന്റെ മേൽ കാലിട്ടിട്ട്. പാസ്റ്റർ ഒരുപാട് അടികൾ 2-3 പ്രാവശ്യമൊക്കെ കൊണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഒരു സാക്ഷ്യപ്പെടുത്തിയായിരുന്നു എന്നോട്. ആ കുട്ടിക്ക് ഞാൻ ഡെലിവറൻസ് ചെയ്ത് ലാസ്റ്റിൽ വന്നത് ലൂസിഫർ സ്പിരിറ്റ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത്? ഫസ്റ്റിൽ വന്നത് അവരുടെ അമ്മയായിരുന്നു. അമ്മാമ്മയുടെ പേര് മേരി എന്നാ പറയുന്നത്. ഈ സ്പിരിറ്റിനെല്ലാം തുരത്തിയതിന് ശേഷമാണ് മറ്റ് വിഗ്രഹ സ്പിരിറ്റുകൾ വന്നത്. ദൈവങ്ങളിൽ നിന്ന് കൊണ്ടാടി ആർത്ത് ആഘോഷിക്കുന്ന സ്പിരിറ്റുകളായിരുന്നു. അതിനെല്ലാം വിട്ട് സപ്പ സ്പിരിറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ലാസ്റ്റിലാണ് ലൂസിഫർ സ്പിരിറ്റ് വന്നത്. എന്തിനാ നീ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു? എവിടെന്നാ വന്നത്? എൻ്റെ ഉടമ്പടിയൊക്കെ ചോദിച്ചു. ഉടമ്പടി എന്താണ്? അത് പൂറിയരിൽ നിന്ന് വന്നതാണ്. അത് പറയുവാണ്, ദൈവത്തിൻ്റെ യേശുവിൻ്റെ മക്കൾ കരഞ്ഞ് വേദനപ്പെട്ട് അവരൊന്നുമില്ലാതാവുന്നതാണ് എൻ്റെ രാജ്യത്തിന് ഇഷ്ടം. ഇത് ഈ ഒരു കുട്ടിയുടെ കാര്യം. 2024 മാർച്ച് മാസത്തിൽ ഒരു വീട്ടിൽ എപ്പോഴും ഭയങ്കര പ്രോബ്ലങ്ങളും രോഗങ്ങളും പീഡകളുമായിരുന്നു. ഞാൻ അവർക്ക് ഒത്തിരിയൊക്കെ സുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവരൊന്നും കേൾക്കത്തില്ല. അവരുടെ വീട്ടിൻ്റെ അകത്ത് റോമൻ കാത്തലിക്കായിരുന്നു. വീട്ടിൻ്റെ അകത്ത് അവര് അത്തപ്പൂവൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഈ ഓണത്തിനൊക്കെ അവരിങ്ങനെയൊക്കെ ഇരിക്കുക. അവർ ചെന്നൈയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടുത്തെ സ്പിരിറ്റ് ഇഞ്ഞും കയറിയിരിക്കുക.
നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കശവൊക്കെ ഉടുത്തിട്ടൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അവരെ വാട്സപ്പിലൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ പ്രതിസന്ധികൾ ഭയങ്കര ഇതായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഈ ഇത് മാനിഫെസ്റ്റ് ആയി, ആടാൻ തുടങ്ങി, പിശാചുക്കൾ ആടാൻ തുടങ്ങി. നൂറുകണക്കിന് പിശാചുക്കളാ. അവിടെ നടന്ന കാര്യവും ഇതുപോലെ ഒരു കാര്യമാണ്. അവിടെ ഒരു ലൂസിഫർ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. എല്ലാ സ്പിരിറ്റും പോയി 3 മാസം കൊണ്ട് അവർക്ക് ഡെലിവറൻസ് ഞാൻ ചെയ്തത്. മണിക്കൂറുകൾ കണക്കാ ഒരു ടൈം ഡെലിവറൻസ് ചെയ്യുന്നത്. ആ ലൂസിഫർ സ്പിരിറ്റ് എന്നോട് എന്ത് പറഞ്ഞെന്നറിയാമോ? ഇവളെ ഡെലിവറൻസ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു. ഇവൾ എൻ്റെ ബ്ലാക്ക് ബുക്കിനകത്തായിരിക്കുന്നത്. എനിക്ക് ബ്ലാക്ക് ബുക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ ബ്ലാക്ക് ബുക്ക് ഉണ്ടെന്ന്. ഇവൾ എൻ്റെ ബ്ലാക്ക് ബുക്കിനകത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതെന്താ ബ്ലാക്ക് ബുക്ക്? മരണത്തിൻ്റെ ബുക്കാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഇവളുടെ പേര് അതിലുണ്ട്. ഇവളുടെ കുടുംബാംഗങ്ങൾ സകലരും, എല്ലാവരും ക്രിസ്ത്യാനികളാണ്, റോമൻ കാത്തലിക്കാണ്, എല്ലാവരും ക്രിസ്ത്യാനികളാണ്. സകലരും, ഇവർ മരിച്ചുപോയ അമ്മ വരെ എല്ലാവരും എൻ്റെ പുറകില, എൻ്റെ കൂടെ, എൻ്റെ രാജ്യത്തായിരിക്കുന്നത്. പിന്നെ എങ്ങനെ നിനക്ക് ഇവളെ മാറ്റാൻ പറ്റും? മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ആ ബ്ലാക്ക് ബുക്കിൽ നിന്ന് യേശുവിൻ്റെ നാമക്കം വിളിച്ച് ക്യാൻസൽ ചെയ്ത് അവൻ്റെ ഉടമ്പടിയെ നശിപ്പിച്ചിട്ടാണ് ആ സഹോദരിയെ രക്ഷപ്പെടുത്തിയെടുത്തത്. അവരുടെ 3 മക്കളുണ്ട്, പെൺമക്കൾ. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം 1.5 വർഷത്തിനുള്ളിൽ എല്ലാവരും വീട്ടിൽ വന്നിരിക്കുവാണ്. 3 പെൺകുട്ടികളും അവിടെയാണ്. അതിൽ ഒരു മൂത്ത കുട്ടിക്ക് ഹസ്ബൻഡുമായിട്ട് കുഴപ്പമില്ല, ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്തു. പക്ഷെ 2 കുട്ടികളുടെ ഭർത്താക്കന്മാരും വേണ്ട, ഇവരെ കേസ് വരായ കേസാണ്. പോലീസ് സ്റ്റേഷനിൽ കേസായി, കോർട്ടിൻ്റെ കേസായി, വേണ്ട. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവർക്ക് ഡെലിവറൻസ് ചെയ്യാൻ പോകണം. ഇവർക്കും രോഗവും, വീട്ടിൽ അവർ ഭാര്യ ഭർത്താവ് പ്രോബ്ലം, കുഞ്ഞുങ്ങളുടെ പ്രോബ്ലം. അപ്പം എന്തുമാത്രം മാനസിക ക്ലേശം ഉണ്ടാവും. ഈ സ്പിരിറ്റുകളെല്ലാം വിട്ടതിന് ശേഷം ആ മക്കൾക്കുണ്ടായിരുന്നു. ആ മക്കൾ പാവം ചെയ്തിട്ടാണോ? ഇല്ല, പൂർവികന്മാരിൽ വന്ന സ്പിരിറ്റുകളായിരുന്നു. അവരുടെ ഡെലിവറൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് എല്ലാവരും കുടുംബമായിട്ട് ഒന്നിച്ച്, ഇന്ന് ഒരാൾ ദുബായിലിരിക്കുന്നു, കുടുംബമായിട്ടിരിക്കുന്നു, ഒരാൾ ഇവിടെ ചെന്നൈയിൽ തന്നെയുണ്ട്, ഇവരുടെ ഭാര്യയും ഭർത്താവും സന്തോഷമായിരിക്കുന്നു. ഇന്ന് 3-4 കുടുംബം വിശുദ്ധമായ ജീവിതം നയിക്കുന്നു. അവർ ഉപവാസവും പ്രാർത്ഥനയിലും ഇരിക്കുന്നു. അവിടെ പാവങ്ങളെല്ലാം അവർ രക്ഷിക്കപ്പെട്ടു. 4 കുടുംബത്തിനെയും ഞാൻ കൊണ്ട് ജ്ഞാനസ്ഥാനം കൊടുപ്പിച്ച് സഭയിൽ കൊണ്ടുപോയി രക്ഷിക്കപ്പെട്ട് ദൈവത്തിൽ വന്ന് ഇന്ന് വഴക്കുമില്ല, പ്രശ്നവുമില്ല, സന്തോഷമായിട്ടിരിക്കുകയാണ്. സാത്താൻ ഇടുന്ന വലയിലും കണ്ണികളും നിങ്ങൾ പോയി കുരുങ്ങരുത്. ഒരു മനുഷ്യനും നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ വചനത്തിന് മാത്രമേ, യേശുവിൻ്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഈ വിലയുയർന്ന രത്നം ഒരിടത്ത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ സകലതും വിറ്റ് ആ വയൽ വാങ്ങുവാണ്, രത്നമുള്ള വയൽ വാങ്ങുവാണ്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതേപോലെ ദൈവരാജ്യത്തിനെ കുറിച്ച് മറ്റൊരു ഉപമ പറയുവാണ്. കടലില് മത്സ്യങ്ങൾ കയറാനിട്ട വലയ്ക്ക് തുല്യമാണ് ദൈവരാജ്യം. അതിൽ നല്ലതും ചീത്തതും മത്സ്യങ്ങളെല്ലാം കയറി വല നിറഞ്ഞപ്പോൾ വലയെടുത്ത് നല്ല മത്സ്യങ്ങളെല്ലാം പാത്രത്തിലെടുത്തു. ചീത്ത മത്സ്യങ്ങളൊക്കെ ഇവിടെ ഇട്ടു. അത് ചീഞ്ഞു പോയെന്നല്ല, അഴുക്ക മത്സ്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രിയമല്ലാതെ ജീവിക്കുന്നവർ, അതിനെയെല്ലാം പുറത്തിട്ടെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെയാണ് അന്ത്യകാലത്ത് യേശുവിൻ്റെ വരികയിലും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ദൈവവചനമാണ് നിറവേറുന്നത്. ദൈവവചനത്തിനെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയില്ല. ആ വചനമാണ് നിറവേറുന്നത്. അതേപോലെ യേശു പറയുവാണ്, ഒരു കൃഷിക്കാരൻ വയലിൽ നല്ല വിത്ത് വിതച്ചു, അത് മുളച്ചു, ചെടികൾ കതിരിടാറായപ്പോൾ കളകൾ അവിടെ മുളച്ചു. അപ്പൊ അവിടെ ജോലിക്കാരൻ വന്ന് വീട്ടുടമസ്ഥനോട് പറയുവാണ്, യജമാനനെ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്? അതെ, പക്ഷെ ഇപ്പോൾ കൂടെ നിൽക്കുന്നല്ലോ, ഞങ്ങളെ കളകൾ പിടുങ്ങിക്കളയട്ടെ, പിഴുത് കളയട്ടെ. അപ്പോഴ് അവിടെ യജമാനൻ പറയാണ്, കളകൾ ഇപ്പോൾ പിഴുത് കളയുമ്പോൾ
നല്ല ചെടികളും, അതായത് നല്ല ഗോതമ്പ് വരുന്ന ചെടികളും പിഴുത് കളയും. അതുകൊണ്ട് അതങ്ങനെ നിന്നോട്ടെ, രണ്ടും ഒന്നിച്ച് വളർന്നോട്ടെ, നല്ലവനും ദുഷ്ടനും ഒന്നിച്ച് വളരട്ടെ എന്നാണ് ദൈവം പറയുന്നത്. ഒന്നിച്ച് വളരട്ടെ. അത് അന്ത്യസമയം യേശു പറഞ്ഞു. അത് പറിച്ചു കളയേണ്ടെന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞു. കൊയ്ത്തിന് സമയമാവുമ്പോൾ, അപ്പോൾ കൊയ്ത്ത് നടക്കുമല്ലോ, അപ്പോഴും നല്ലതിനേക്കാൾ നമ്മൾ എടുത്തിട്ട് മോശമുള്ളതിനെ നമുക്ക് എരിച്ചു കളയാന്ന് പറയാണ്. അവിടെ അഗ്നിയെ കുറിച്ചാണ് പറയുന്നത്, ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. യേശു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുവാണ്. അപ്പൊ നല്ല വിത്ത് വിതയ്ക്കുന്നവൻ ആരാണ്? മനുഷ്യപുത്രൻ. വയൽ ആരാണ്? ലോകം. നല്ല വിത്ത് മാത്യു 13 അധ്യായം എടുത്തു വെച്ച് നിങ്ങൾ വായിച്ച 37 43 ഉള്ളിലുള്ള വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വയൽ ആരാണ്? നല്ല വയല് മനുഷ്യപുത്രനാണ്, വിത്ത് വിതയ്ക്കുന്നവൻ. വയലെന്ന് പറയുന്ന ലോകമാണ്. നല്ല വിത്തെന്ന് പറയുന്ന ആരാണ്? ദൈവരാജ്യത്തിന്റെ പുത്രന്മാർ. കളകളെന്ന് പറയുന്ന ആരാണ്? ദുഷ്ടന്റെ പുത്രന്മാർ. കള വിതച്ചതാരാണ്? പിശാച്. കൊയ്ത്ത് യുഗാന്തം എവിടെയാണ്? എന്താണ് കൊയ്ത്തെന്ന് പറയണത്? അറുപ്പെന്ന് പറയുന്നത് നമ്മൾ കതിർമണിയിലൊക്കെ അറുക്കുമല്ലോ, കൊയ്യുമെന്ന് പറയുമല്ലോ. അത് എപ്പോഴാണ്? അത് യുഗാന്തത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കൊയ്ത്തുകാരാരാണ്? ദൈവദൂതന്മാരാണ്. നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അത് യേശു തന്നെ അവിടെ വ്യക്തമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരോട്, ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷന്റെ താഴെ കൊടുക്കുക, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുമ്പോൾ അവർ അവന്റെ രാജ്യത്തിൽ നിന്നും സകല പാവകേതുക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അവിടെ പല്ലുകടിയും വിലാപവുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിന്റെ പ്രിയരെ, വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുവാണ്. പറയേണ്ടതെല്ലാം നമ്മൾ വചനം കേട്ടിട്ടില്ലെങ്കിൽ എടുത്ത് നിങ്ങൾ മത്തായി 13 അധ്യായം 13 മുതൽ നിങ്ങൾ 24 വരെ 25 വരെ വായിച്ചാൽ ന്യായവിധികളെ കുറിച്ചാണ് അവിടെ ശരിക്കും ഇരിക്കുന്നത്. മാത്യു. കർത്താവിന്റെ പ്രിയരെ, ന്യായവിധി വരെ നമ്മൾ എന്തിനാ ഇരിക്കണം? ഇന്നെന്നുള്ള ദിവസം ഇരിക്കുമ്പോൾ തന്നെ മാറുക. നാളെ എന്ന് ഒരിക്കലും നമ്മൾ മാറ്റി വെക്കരുത്. നിത്യജീവനിലേക്ക് കടന്നു വരാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അവൻ സൃഷ്ടിച്ച മക്കളാണ്. അവന്റെ മക്കൾ നാശത്തിലേക്ക് പോകരുത്. ദൈവത്തിന്റെ കരച്ചിലും ദൈവത്തിന്റെ വേദനയും അതാണ്. ഞാൻ സൃഷ്ടിച്ച മക്കള്, എൻ്റെ മക്കൾ എന്നെ അറിയുന്നില്ല. യെശയ്യാ 1 അധ്യായത്തിലിരിക്കുക, കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുതന്റെ യജമാനിന്റെ വീട് എന്തെന്ന് അവനെ അറിയാൻ അത് പോകുന്നു. പിന്നെ എൻ്റെ ജനം ഞാൻ ആരാണെന്ന് അറിയുന്നില്ല. ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള മഹത്വം എവിടെയെന്ന് ചോദിക്കുന്നു കർത്താവ്. ആരെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ? പണം, പ്രതാപം, വേണ്ടാത്ത സകല തിന്മകളും ഉണ്ട്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. പല കുടുംബങ്ങളെ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. 20 ഇയേഴ്സും ഉണ്ട്. ഓരോ കുടുംബങ്ങളുടെ പ്രോബ്ലം എന്തെന്നറിയാമോ? ഒത്തിരി ഈഗോയാണ്. കുഞ്ഞുങ്ങളൊരു പ്രോബ്ലം വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ആരെങ്കിലും വിട്ട് പ്രാർത്ഥിക്കും. ഇവരെങ്ങും സുഖമായിട്ടിരുന്നോളും. അങ്ങനെ ഇരിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിനെ വേലി കെട്ടുവാനും കാമ്പൗണ്ട് കെട്ടുവാനും നമ്മൾക്ക് തന്നെ പറ്റും. സാത്താൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ കെട്ടുക. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരിക. ദൈവത്തിനെ കണ്ട് മാത്രമേ പിശാചിന് ഭയമുള്ളൂ. ദൈവത്തിന്റെ മക്കളെ എപ്പോഴും ദൈവം സംരക്ഷിക്കും. അതിനൊരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കർത്താവ് പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ
സകലതും നവീകരിക്കുന്നു. ഞാൻ വെളിപാട് 21 അധ്യായത്തിലുള്ളതാണ് ഞാനിത് വായിക്കുന്നത്. ഞാൻ ഇതാ സകലവും നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആൽബായും ഒമഹായുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇതെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പൊ ദൈവപുത്രൻ ആരാണ്? ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അംഗീകരിച്ച്, വിശുദ്ധ ജീവിതം നയിച്ച് ലോകത്തിന്റെ പാവത്തിൽ നിന്ന് വേർപെട്ടവനാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വേർപെട്ട് ജീവിക്കുന്നവനാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം. ശത്രുക്കളെ സ്നേഹിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അസൂയ ക്രിസ്ത്യാനി. ഈഗോ ഇല്ലാത്തവരായിരിക്കണം ക്രിസ്ത്യാനി. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ സാത്താൻ ഇട്ട കളകള. അതെല്ലാം നമ്മൾ ശുദ്ധീകരിച്ച്, അതിനാണ് ഞാൻ പറഞ്ഞത്, മുൻപേ പറഞ്ഞത്, യേശുവും യേശുവിൻ്റെ രാജ്യവും അവൻ്റെ ക്രൂശിലെ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റിക്കളയും. നമ്മൾ ഓരോന്നോരോന്നും കഴുകും. ടോട്ടലാ നമ്മൾ കഴുകി മാറ്റി നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിയും. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. ദൈവം മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരുടെ കൂടെ നമ്മൾ അന്ത്യകാലത്ത് എന്താ സംഭവിക്കുന്ന കാര്യമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ കൂടാരം, ദൈവം മനുഷ്യരോടവിടെ വസിക്കുകയാണ്. നമ്മൾ കുറച്ച് സഹിച്ചാൽ, കുറച്ച് ക്ഷമിച്ചാൽ, കുറച്ച് വിട്ടുകൊടുത്താൽ, ഒരാൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്ഷമയോട് സഹിച്ചാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മനസ്സിൽ പ്രതികൂലം ഉണ്ടാവും, നമുക്ക് തിരിച്ച് സംസാരിക്കണം എന്നൊക്കെ തോന്നും, എല്ലാം വരും, പിശാചെല്ലാം കൊണ്ട് ഇട്ട് തരും. പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളതിനെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് നന്മ ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യാതെ വേറെ ആർക്കാ ചെയ്യുന്നത്? അവൻ്റെ സൃഷ്ടിയല്ലേ നമ്മള്. നമ്മൾക്ക് വേണ്ടി ചെയ്യാതെ ആർക്കാ സഹോദരങ്ങളെ കർത്താവ് നന്മ ചെയ്യുന്നത്? നിങ്ങൾ ഇന്ന് കട്ടത അനുഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കുരുക്കുകൾ പിശാച് കൊണ്ടിട്ടതായിരിക്കും. അതിനെ കണ്ടുപിടിച്ച് വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, വചനം വെച്ച് പ്രാർത്ഥിക്കുക. അല്ലാതെ ആർക്കോ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം വെച്ച് പ്രാർത്ഥിക്കുക. വചനം വായിച്ചിട്ട് അതങ്ങനെ വിട്ടുകളഞ്ഞിട്ട് പോരുത്. ആ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴാ അവിടെ ക്രിയ നടക്കുന്നത്. വചനമാണ് നന്മ ചെയ്യുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. അവൻ മനുഷ്യരുടെ കൂടെ വസിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടെ നിന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അന്ത്യകാലത്ത് നടക്കുന്ന കാര്യമാണ്. യേശു ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതാണ്. കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കും, നമ്മൾ അവന്റെ കൂടെ ആയിരിക്കും. അവരുടെ മിഴികളിൽ നിന്നുള്ള എല്ലാ കണ്ണുനീര് യേശു തുടച്ചു മാറ്റും. ഇനിയും ഒരിക്കലും മരണം ഉണ്ടാകില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകില്ല. എല്ലാം യേശു തുടച്ചു മാറി. യേശു വരുന്നത് വരെ തന്നെയാണ് ഈ പോരാട്ടം. യേശു വന്നു കഴിഞ്ഞാൽ എല്ലാം മാറും. എന്നാൽ ആരൊക്കെ ദൈവരാജ്യത്തിൽ കയറത്തില്ല? അതും കൂടെ ഞാൻ ആ വചനത്തിൽ തന്നെ ഉണ്ട്. 21 അധ്യായത്തിൽ 22 അധ്യായമൊക്കെ എടുത്ത് വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹ ആരാധകർ, കാപട്യം ചെയ്യുന്നവർ, ഇവരുടെ ഓഹരി എവിടെയാണ്? തീയും ഗന്ധകവും എരിയുന്ന അഗ്നി തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. വെളിപാട് 21 അധ്യായത്തിലെ വചനമാണ് ഞാൻ നിങ്ങളെടുത്ത് വായിച്ചത്. എൻ്റെ ഓൺ വചനത്തിൽ വാർത്തയല്ല പറഞ്ഞത്. യേശുവിനെ ഏറ്റുകൊണ്ട് നിങ്ങൾ നിത്യജീവനിലേക്ക് കടന്നു വരിക. നിത്യജീവന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. അതിനെ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിത്യജീവനിലേക്ക് നിങ്ങൾ കടന്നു വരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വചനം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ മാറുക പ്രിയരെ. കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ലോകത്തെ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ടൈമിനും ഞാൻ അർദ്ധരാത്രികളിലിരുന്ന് രക്ഷിക്കപ്പെടാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
യാത്രകളിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ആക്സിഡന്റ് ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗത്തിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രികളിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക, ഞങ്ങളെ സഹായിക്കുക. മെസ്സയ കമ്പാഷൻ മിനിസ്ട്രിയാണ്. ഇരിക്കുന്ന നാളുകളിൽ നമുക്ക് നന്മ ചെയ്യാം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ കൂടെ ചേരുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങൾ സഹായിച്ചാൽ ഈ മിനിസ്ട്രി നല്ല രീതിയിൽ പോവും. അവിടെ നിന്ന് കിട്ടുന്ന ആത്മാക്കള് നിങ്ങളുടെ പേരും അതിലുണ്ടാവും. സ്വർഗരാജ്യത്തിൽ വിതയ്ക്കുക. വിതച്ചാൽ തന്നെ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. കറക്റ്റായിടത്ത് വിതയ്ക്കുക, തിന്മയുള്ളിടത്ത് വിതയ്ക്കരുത്. നല്ലയിടത്ത് വിതയ്ക്കുക. ഞങ്ങളുടെ മിനിസ്ട്രിയുമായിട്ട് കൂട്ടുചേരുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്യുക. കാരണം ഒത്തിരി പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നു. ഇപ്പോഴും സഹായിക്കാൻ പറ്റാത്ത ഞങ്ങളും ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ദൈവം മോചിപ്പിക്കും. ഇപ്പോഴെന്നറിയില്ല. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ സ്റ്റോപ്പായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചെറിയ ഒരു തുള്ളി വെള്ളമാണല്ലോ, ഒരു തുള്ളി വെള്ളത്തിന് വേലിയുണ്ടല്ലോ. പല തുള്ളിയാവുമ്പോഴാണല്ലോ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിശ്വസ്തയോടിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ കുടുംബങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എന്തിരുന്നാലും കമൻറ്റിൽ ചെയ്യുക, നിങ്ങൾ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.